വണ്ടി പാർക്ക് ചെയ്തിട്ട് വാ. നീ പോകുന്നത് തന്നെ നിന്റെ അച്ഛന് കിട്ടിയ ക്ഷണക്കത്തിൽ ഓസിലാണ്. അപ്പൊ പിന്നെ ഞാൻ നിന്റെ കുഞ്ഞിനെ പോലെ കൂടെ വരണമെന്നുണ്ടോ? ആ കയ്യിലിരിക്കുന്ന പൂച്ചണ്ടില്ലേ, അത് ആ പെങ്കൊച്ചിന്റെ കയ്യിലോട്ട് അങ്ങ് കൊടുത്തിട്ട് ചെറുക്കന്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഇല്ലാത്തൊക്കെ തട്ടി ഒരു മംഗളോ നേർന്നെങ്കി വാ. നിന്റെ അമ്മയുടെ കാര്യമാണോ? നിന്റെ അമ്മായിയമ്മ. സമയത്തിന്റെ പൊന്നെ ഒന്ന് പോയിട്ട് വാ. വരൂ വരൂ. നീ ഡൽഹിന്നല്ലേ വരുന്നേ? അങ്ങോട്ട് പോവാം. എന്താ സാർ, ഈ എവിഡൻസ് വെച്ച് നമുക്ക് അവനെ ഈസി ആയിട്ട് അറസ്റ്റ് ചെയ്യാം. വന്നട്ടെ വളരെ സന്തോഷമുണ്ട് കേട്ടോ. രാവണ മന്ത്രി വിശ്വാന്റെ മോളാത്. സെൻട്രൽ, നീ ഡൽഹിയിൽ 15 സെക്യൂരിറ്റിയോട് കൂടെ കറങ്ങി നടക്കല്ലേ? തിരുനെൽവേലിയിൽ നിന്റെ മകള് ഒരു കല്യാണ മണ്ഡപത്തിൽ എന്റെ കൺമുന്നിൽ തന്നെയുണ്ട്. നീ ആവശ്യമില്ലാതൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. താല് കെട്ട് കഴിയുന്നിടം വരെയുള്ളൂ നിന്റെ മകളുടെ ജീവൻ. എന്താ നീ പോയ പോലെ തന്നെ തിരിച്ചു വന്നിരിക്കുന്നത്? അവരുടെ കൂട്ടുകാരിയുടെ കല്യാണത്തിന് മുമ്പേ പോയിരിക്കാം. എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആളെ വെച്ച് നിന്റെ മകളെ രക്ഷിച്ചാൽ പോലും എന്റെ മനസ്സ് വേദനിക്കില്ല. എന്നാൽ സ്വത്തിന്റെ പ്രമാണം തരാമെന്ന് പറഞ്ഞ് നീ എന്നെ ചതിച്ചില്ലേ, അതാ എനിക്ക് വേദനിച്ചു. പറയുന്നത് കേൾക്ക്. എനിക്ക് വേദനിച്ച പോലെ നിനക്കും വേദനിക്കണം. അല്ലോ ഞാൻ പറയട്ടെ. വിവി ഫൈനാൻസ്, നല്ല സിൽക്സ്, SK ജുവലേഴ്സ്, എല്ലാവരോടും ഞാനൊരു 20 കോടി രൂപ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ എത്തിച്ചേരുന്നതിന് മുമ്പ് പണമൊക്കെ റെഡിയായിരിക്കും. നിങ്ങളൊരു 4 മണിക്കൂർ വെയിറ്റ് ചെയ്യേ. എന്താ ചെയ്യാ? അവൻ കെഞ്ചുവാ. ഒന്ന് വെയിറ്റ് ചെയ്യാ. ഞാൻ വിശ്വസിക്കുന്ന വിശ്വനാഥൻ, പിന്നെയും നിന്റെ രാഷ്ട്രീയ ബുദ്ധി കാണിച്ച് നിന്റെ മകളെ ഇവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചാൽ ടോറസ് ലോറി കയറ്റി അരച്ച് കൊല്ലും ഞാൻ. പറഞ്ഞോളൂ. രാവണശിവ മിനിസ്റ്റർ വിശ്വനാഥന് ഫോൺ ചെയ്തിട്ടുണ്ട്. മിനിസ്റ്റർ വീണ്ടും 2 തവണ അവന് ഫോൺ വിളിച്ചിട്ടുണ്ട്. ഇപ്പോ മിനിസ്റ്ററിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് സാർ. ആ രാവണശിവയുടെ ഫോൺ ട്രാക്ക് ചെയ്യും. അതും കഴിയുന്ന വേഗത്തിൽ. അടുത്ത് ഇനി എങ്ങോട്ടാണോ പോകുന്നത്? 4 സെക്ടറിലേക്ക് പോകും. ഞാനിപ്പോ മധുരയിലുണ്ട്. പണം റെഡി ആയിട്ടുണ്ട്. എവിടേക്ക് കൊണ്ടുവരുന്നെന്ന് പറയും. ഞാൻ പറയാം. മിനിസ്റ്ററുടെ ഫോൺ ഓണായി സാർ. ഇപ്പൊ മധുര എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. ഇറങ്ങി ഉടനെ തന്നെ രാവണനോട് സംസാരിച്ചിട്ടുണ്ട്. ഇറങ്ങുമ്പോൾ SK ജുവലേഴ്സിനും നെല്ലൈ സിൽക്സിനും ഡൽഹിയിൽ നിന്ന് കോൾ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞ സാർ. സാർ 5 മിനിറ്റ് മുമ്പ് രാവണശിവയും മിനിസ്റ്ററും സംസാരിച്ച ഫോൺ കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് സാർ. ഞാൻ അവിടെ എത്തിച്ചേരുന്നതിന് മുമ്പ് പണമൊക്കെ റെഡിയായിരിക്കും. നിങ്ങളൊരു 4 മണിക്കൂർ വെയിറ്റ് ചെയ്യേ. ഈ വീട് കണ്ട ഉടനെ ഇങ്ങോട്ട് പോരണം. ഓ ശരി സർ. രാവണശിവ കോളിംഗ് മിനിസ്റ്റർ. ഇവിടെ അടുത്തുള്ള പെട്രോൾ പമ്പിൽ എന്റെ ആൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പണം മുഴുവൻ അവിടെ കൊടുത്താൽ മതി. എന്റെ മോൾ എവിടെയാ? നിന്റെ മകൾക്ക് ഒന്നും സംഭവിക്കില്ല. 3 മണിക്കൂർ മുമ്പുള്ള രാവണശിവയുടെ സിഗ്നൽ ഉണ്ടെന്ന് ചെക്ക് ചെയ്യേ. സർ പാളയംകോട്ടയിലെ സുബ്ലക്ഷ്മി പാലസ് കല്യാണ മണ്ഡപത്തിൽ സർ. ഹലോ, നീ ഇപ്പൊ എവിടെയുള്ളത്? ഒരു ഫ്രണ്ടിന്റെ വീട്ടില്. 9:30 എവിടെയായിരുന്നു? ഒരു കല്യാണം അറ്റൻഡ് ചെയ്യാൻ പോയി. ഏത് കല്യാണ മണ്ഡപം? സുബ്ലക്ഷ്മി പാലസിൽ. ശരി, നീ നിന്റെ ലൈവ് ലൊക്കേഷൻ ഒന്ന് ഷെയർ ചെയ്യേ വേഗം. എന്തിനാ? ആ പെട്രോൾ പമ്പിൽ പോയി അവിടെ എന്തൊക്കെ ആക്ടിവിറ്റി നടക്കുന്നതെന്ന് ചെക്ക് ചെയ്തായിരിക്കും. ഓക്കെ സാർ. അടുത്തത് എങ്ങോട്ടാ പോകേണ്ടത്? നീ പോ, ഞാൻ പറയാം. മേഡത്തിന്റെ വണ്ടിയുടെ പിന്നാലെ ലോറി പോകുന്നു സാർ. എന്ന് വെച്ചാൽ ഇതാ രാവണന്റെ മെത്തേഡ് ഓഫ് കില്ലിംഗ്. കാശ് കൈമാറ്റം നടക്കുന്നുണ്ട് സാർ. ആ വണ്ടി ഫോളോ ചെയ്യും. ഓക്കെ സാർ. എമൗണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ലോറിയെല്ലാം തിരിച്ചു വരാൻ പറ. ശരി രാവണ. അച്ഛനും അമ്മ എന്താ പെട്ടെന്ന് ഇവിടെ? അതെനിക്കെങ്ങനെ അറിയാം? എന്താ ഇത്? അവളോട് ഈ വണ്ടിയിൽ വന്ന് കയറാൻ പറ. ഓക്കെ സാർ. എന്താ പറ്റിയേ? ആ കാറിനെ ഫോളോ ചെയ്യും. ക്യാഷ് വന്നിട്ടുണ്ട്. അതെവിടെയാ വെക്കണ്ടേ? മന്ത്രിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം തനിയെ വെക്കണ്ട. ഓക്കെ. പടക്കത്തിന്റെ ബോക്സിൽ സൂക്ഷിച്ചു വെച്ചേര്. 2 ദിവസം ഇരിക്കട്ടെ. സാറിനോട് എനിക്കൊന്ന് സംസാരിക്കണം. എനിക്കിപ്പോ നിങ്ങളോട് സംസാരിക്കാൻ സമയമില്ല.
അത്യാവശ്യം തെങ്കാശി വരെ പോവാ. അത്യാവശ്യമായിട്ട് തെങ്കാശിക്ക് പോവാണെങ്കിൽ തിരുനെൽവേലി വഴി എന്തിനാ സാറേ പോകുന്നേ? ലോക്ക്, അതെല്ലാം ചോദിക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല. എന്റെ കയ്യിൽ പ്രൂഫുണ്ട് സാർ. SK ജ്വല്ലേഴ്സ് BV ഫൈനാൻസ് അലയൻസസ് ഒരു പണ കൈമാറ്റം. ഇപ്പൊ അതിന്റെ കാരണം സാർ പറഞ്ഞില്ലെങ്കിൽ കോർട്ടിൽ നിന്ന് ചിലപ്പോ എൻക്വയറി ഓർഡർ വന്നിരിക്കും. സർ, ഗോഡൌൺ നമ്പർ 3 ഉള്ളിലാണ് കാശ് ഇറക്കി വെക്കുന്നത്. അവിടെ തന്നെ ഇരുന്ന് വാച്ച് ചെയ്യും. ശരി സർ. അന്ന് ഡൽഹിയിൽ സാറിന്റെ മോളെ തട്ടിക്കൊണ്ടുപോയപ്പോ അത് രാഷ്ട്രീയ കളിയാണെന്ന് സാർ പറഞ്ഞു. ഇന്ന് മോളുടെ കാറിന്റെ പുറകെ 2 ലോറി ഓടിക്കൊണ്ടിരുന്നു. ആ ലോറിക്ക് പുറകെ ഞാൻ ഫോളോ ചെയ്തോണ്ടിരുന്നു, സാറിന്റെ മോളുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രം. ഇത് അവൾക്ക് പോലും അറിയില്ല. നിങ്ങൾക്കും രാവണശിവയ്ക്കും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവനെ എന്റെ പാർട്ടിയിലൊന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രമാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അത് ഞാൻ നോക്കിക്കോളാം. സാർ വെക്കും. കമാൻഡോ ഫോഴ്സ്, IT ഡിപ്പാർട്ട്മെന്റ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എല്ലാവർക്കും വേഗം ഇൻഫോ ചെയ്യും. യെസ് സർ. സാർ, ഒരു ഫാക്ടറിക്ക് സീൽ വെക്കാൻ ശിവകാശി തഹസിൽദാർ എത്ര പെട്ടെന്ന് സ്പോട്ട് വരാം. ആ രണ്ടാമത്തെ ഗേറ്റ് അടച്ചു പൂട്ടോ. ശരി സാറേ. പോലീസ്, ഇൻകം ടാക്സ്, വിജിലൻസ്, എൻഫോഴ്സ്മെന്റ് എല്ലാം പടയോടെ വന്നിട്ടുണ്ട് രാവണ. പണം എവിടെ ഇരിക്കുന്നത്? 3 നമ്പർ ഗോഡൌണിൽ. അണ്ണന് ഫോൺ ചെയ്യും. ഒരു കമ്പി എടുത്തോണ്ട് വേണം. ആ പണം ഒരിക്കലും അവന് കിട്ടാൻ പാടില്ല. മെറ്റീരിയൽസ് എവിഡൻസ് അവന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ നമ്മളാകെ വീക്കാവും. ഗോഡൌൺ കത്തിക്കുക. ഇവിടെ ആളുകളൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആളൊന്നും എനിക്ക് പ്രശ്നമില്ല. മന്ത്രി തന്ന പണത്തിന് ഒരിക്കലും ഒരു പ്രൂഫ് ഉണ്ടാവാൻ പാടില്ല. കൊളുത്തി വിടറ, ഒന്നും നോക്കണ്ട. ആ കാണുന്ന ഗോഡൌൺ ആണ് സർ. ഓരോ ദിവസവും നിനക്ക് വേണ്ടി വെടിമരുന്നിന്റെയും ഗന്ധകത്തിന്റെയും മണമടിച്ച് ഇഞ്ചിഞ്ചായി ചത്തുകൊണ്ടിരിക്കുന്ന അവരെ ഇങ്ങനെ കൊന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊന്നു കളഞ്ഞില്ലടാ. അതിൽ നിറവയറോടെയുള്ള ഒരു അമ്മയും ഞാനൊക്കെ ജനിച്ച് വീണപ്പോ തന്നെ ദുഷ്ടനാടാ.
എന്റെ അച്ഛനെയും അമ്മയും കൊന്നത് നീയാണെന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ നിന്റെ അടുത്ത് വന്നില്ല. നിയമപ്രകാരമുള്ള നടപടി എടുക്കണമെന്നാ വിചാരിച്ചേ. നിന്റെ നിയമവും പുല്ലും കൊണ്ടൊക്കെ വന്നാൽ എന്റെ ഷർട്ടെ പോലും തൊടാൻ പറ്റില്ല. 28 വർഷം മുമ്പ് നീ എന്റെ അച്ഛനെയും അമ്മയും കൊന്ന കേസിന്റെ പുതിയ കേസ് ഫയൽ. സംഭവം നടന്ന ദിവസം നീ പഴനിക്ക് പോയിട്ട് തിരിച്ചു വന്നെന്ന് തെളിയിക്കുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചെക്ക് പോസ്റ്റ് റിപ്പോർട്ട്, കൊല നടന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയ നിന്റെ കഴുത്തിൽ അണിഞ്ഞിരുന്ന ലോക്കറ്റ്, അന്നത്തെ ആക്രമത്തിൽ നിന്റെ കണ്ണിനേറ്റ പരിക്ക് മൂലം നീ ഉമ്മ നഴ്സിംഗ് ഹോമിൽ പോയി നിന്റെ കണ്ണിന് 3 സ്റ്റിച്ചിട്ടതിന്റെ ഹോസ്പിറ്റൽ റെക്കോർഡ്സ്, നിന്റെ തന്തയുടെ ശിലാസ്ഥാപനത്തിന് നീ എടുത്ത ഫോട്ടോയിൽ നിന്റെ കണ്ണിനൊരു കുഴപ്പമില്ല. ഇതൊക്കെ ഞാനന്ന് കോർട്ടിൽ ഫയൽ ചെയ്ത അരമണിക്കൂറിനുള്ളിൽ നിന്നെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ട് എനിക്ക് വാങ്ങിക്കാം. എന്നാ എനിക്കതിന്റെ ഒന്നും ആവശ്യമില്ല. 15 പേരെ കൊന്നു തള്ളിയ നിന്നെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലാഞ്ഞിട്ടുമല്ല, നിന്നെ അടിയോടെ പിഴുതെറിയോടെ ഞാൻ. നിക്കടാ അവിടെ. 10 കിലോ വെടിമരുന്ന് ഉരുട്ടിയെടുത്ത് നിന്റെ കുടുംബത്തെ മാത്രമല്ല മൊത്തം അഗ്രഹാരത്തെയും കൊളുത്തിക്കളയാന്നാ വിചാരിച്ചത്. എന്നാ ഇപ്പോ ഞാനതല്ല ചെയ്യാൻ പോകുന്നത്. 6 ചാമിയുടെ മോനെ, നിന്റെ തല കണ്ടൻ തുണ്ടമായി അരിഞ്ഞ് കളയാൻ പോടാ. കള്ള പെരുമാളിന്റെ മോനെ, നിനക്ക് വേണ്ടത് ഒരു തല മാത്രമല്ലേ? പക്ഷെ നിന്റെ കുടുംബത്തിലുള്ള 3 തലയും ഞാൻ എടുത്തിരിക്കൂടാ. മുഹൂർത്തം കുറിക്കുന്നത് പോലെ ഓരോന്നും പറഞ്ഞിട്ട് മാത്രമാടാ ചെയ്യുള്ളൂ. രാമസ്വാമി, പുറത്താടാ ഞാൻ രാമസ്വാമി, ഉള്ളിൽ 6 സ്വാമിയാടാ.